ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം സാധ്യമെന്ന് വെളിപ്പെടുത്തിയ സൈബർ വിദഗ്ധൻ സയ്യിദ് സൂജയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിക്കാം എന്നും 2014 പൊതുതെരഞ്ഞെടുപ്പിലടക്കം കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുമായിരുന്നു സയ്യിദ് സൂജയുടെ നിർണായക വെളിപ്പെടുത്തൽ. ഇന്ത്യൻ ജേർണലിസ്റ്റിക് അസോസിയേഷൻ ഇന്നലെ ലണ്ടനിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് അമേരിക്കയിൽ കഴിയുന്ന ഇന്ത്യൻ ഹാക്കറായ സയ്യിദ് സൂജ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശ്, ഗുജറാത്ത് അടക്കം നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കൃത്രിമം നടന്നിട്ടുണ്ടെന്നായിരുന്നു സയ്യിദ് സൂജയുടെ വെളിപ്പെടുത്തൽ. വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്ന വിഭാഗത്തിൽ താൻ അംഗമായിരുന്നെന്നും ജീവന് ഭീഷണിയുണ്ടായിരുന്നതിനാലാണ് 2014 അമേരിക്കയിൽ അഭയം തേടിയതെന്നും സൂജ പറഞ്ഞു. മുൻ BJP മന്ത്രി ഗോപിനാഥ് മുണ്ടയുടെയും മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെയും മരണങ്ങൾക്ക് ക്രമക്കേടുമായി ബന്ധമുണ്ടെന്നും സൂജ ആരോപിച്ചു. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആരോപണങ്ങളെ പാടെ തള്ളിക്കളഞ്ഞു. എന്നാൽ ലണ്ടനിലെ പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് കപിൽ സിബലിന്റെ സാന്നിധ്യം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18.